ഓർമ്മയുണ്ടോ ഈ മുഖം. അപ്പോൾ ആ സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഓർമ്മ ഷെയർ ചെയ്യണം. അത്രേ ഉള്ളൂ. എനിക്ക് നല്ല ഓർമ്മയാണ്. നല്ല ഓർമ്മയാ, പറഞ്ഞോളൂ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഒരു നടിയായിട്ട് നിന്ന് സംസാരിക്കാൻ അവസരം തന്നത് ഡയമണ്ട് നെക്ലേസ് ആണ്. എൻ്റെ ലാൽജോ സാറാണ്. അതിൽ കഴിഞ്ഞിട്ടുള്ള ഓർമ്മകളേ ഉള്ളൂ എനിക്ക്. അടുത്തത് എന്താണ് നമുക്ക് നോക്കാം. അടുത്തത് എന്ത് ഓർമ്മയാണ് വരാൻ പോകുന്നത്? മിഥുൻ മാനുവൽ. പുള്ളി കാരണമാണ് ഞാനിപ്പം ഈ സ്റ്റേജിൽ കൂടെ നിൽക്കുന്നത്. എൻ്റെ അടുത്ത സുഹൃത്താണ്. എനിക്ക് ഇതുപോലെ ലാൽജോ സാറിന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് ആണ് അത് കൺഫേം ആയത്. ആൻമരിയക്കകത്ത് ഞാനൊരു വേഷം ചെയ്തു. അതാണ് എൻ്റെ ലൈഫ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ആൻമരിയ കലിപ്പിലാണ്. അതെ അതെ അതെ. ഇതെന്ത് സാധനം? അരുണേട്ട, ചന്ദ്രേട്ട എന്ന ആൾക്കാര് വിളിക്കുന്നതിനോടൊപ്പം എവിടെയൊക്കെയോ തേപ്പുകാരി. പക്ഷെ ഞാനൊരു ചെറിയ തേപ്പാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ അന്നേ സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിച്ചതാ, നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയെന്നുള്ള ഡയലോഗ് മാത്രം ഒന്ന് മാറ്റുമോ. പല അയൺ തേപ്പ് അംബാസിഡർ ഞാനാണ്. തുണി തേച്ച് കൊടുക്കുന്ന അവിടെ അനുസരിച്ച പടമാണ് സത്യം. ഞാൻ അതിലൊരു സോങ് കട്ടില് ഞാനൊരു കൊട പിടിച്ചു പോണ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റിലുണ്ട്. അതാണ് മിക്ക തേപ്പുകളുടെയും മുന്നിൽ. പേരാന്നറിയാം, എനിക്ക് ഏതൊക്കെ സ്ഥലത്ത് നിന്നാണെന്നറിയാമോ വാട്സാപ്പ് അയച്ചു തരുന്നത്. അപ്പൊ ഞാൻ ഓർക്കും ജ്വല്ലറിയുടെ മുമ്പിലൊന്നും വെക്കാറില്ല, തേപ്പുകാരുടെ മുമ്പെങ്കിൽ തേപ്പുകാരുടെ. ഓക്കെ, അടുത്ത പടത്തിലേക്ക് പോവാം. ഇതെന്റെ ചേട്ടനാ. ചേട്ടൻ നിന്നെക്കാളും ഗ്ലാമർ ആടി. അതല്ലത് പറയാറുണ്ട്. എല്ലാവർക്കും റോൾ മോഡൽസ് ഒക്കെ ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ ചേട്ടനാണ് എപ്പോഴും. ഇപ്പോഴും എൻ്റെ നാട്ടില് എൻ്റെ പേരിൽ അറിയപ്പെടത്തില്ല. ഇപ്പോഴും ഞാൻ ഇത്ര പടങ്ങൾ ചെയ്തിട്ട് പോലും അജുവിന്റെ ബ്രദറല്ലേ, അതെ, ഇപ്പോഴും മാറിയിട്ടില്ല എൻ്റെ പേര്. അപ്പൊ പുള്ളിക്കാരൻ എത്തിപ്പെടാൻ പറ്റാത്തത് നീ ചെയ് എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ പുള്ളി പറഞ്ഞു. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ അതാണ്. എൻ്റെ ചേട്ടനായിരുന്നു ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റ്. പ്രസംഗം, മറ്റ് കലാപരിപാടി ഇതെല്ലാം ആയിട്ട് നടന്നത്. പക്ഷേ വീട്ടിലെ സാഹചര്യമൊക്കെ കൊണ്ട് ചേട്ടന് മിലിറ്ററിയിലേക്ക് ആദ്യം പോകേണ്ടി വന്നു. എൻ്റെ ഈ കൈയൊടിഞ്ഞ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ചേട്ടൻ്റെ മിമിക്രിയും പരിപാടിയൊക്കെ ഞാൻ ഏറ്റെടുത്തു. ഇപ്പോൾ ചേട്ടൻ എന്നെ കാണുമോ, ഞാനന്ന് പോയില്ലായിരുന്നു, നീ ഉണ്ടാവില്ലടാ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാറിയാം. അതുകൊണ്ട് ഞാൻ എവിടെ പോയിട്ട് വന്നാലും ചേട്ടൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. ഈ എപ്പിസോഡ് കണ്ടിട്ട് വേണം ചേട്ടൻ പറഞ്ഞു, നീ എന്നടാ എനിക്ക് ഗിഫ്റ്റ് ലാസ്റ്റ് ഒരു പിക്ചറും കൂടി ഉണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. ആർക്കുള്ളതാണ്? എന്റെ കോസ്റ്റ്യൂമർ അരുൺ മനോഹറിന് അന്ന് എനിക്ക് ഭാരതാംബയാകുമ്പോ ഇടാൻ ഒരു കോസ്റ്റ്യൂം വേണം ചേട്ടാന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഭാരതാംബയുടെ ഒരു പടമാണ് ഞാൻ അയച്ചു കൊടുത്തത്. അതിട്ടു, കൊടി പിടിച്ചു പോയി. ഇപ്പം ഞാൻ സംഖ്യയാണോ തീവ്രവാദിയാണോ എന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സപ്പോസ് എനിക്ക് അങ്ങനത്തെ ഒരു പാർട്ടിയോട് ഉള്ള അനുഭാവം കൊണ്ട് ഞാൻ ചെയ്താലും എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അതെൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യമാണ്. പക്ഷെ അതുപോലും ഇല്ല. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രളയം കാരണം ശ്രീകൃഷ്ണ ജയന്തി ഈ വർഷമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത വർഷം പൂർവാധികം ശക്തിയോട് വീണ്ടും ചെയ്യും. അതാണ് അനുശ്രീ.